ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേബേജ് ദോശയാണ്. ഇതിപ്പോൾ പച്ചരി കുതിർത്തി 1/2 കിലോ പച്ചരി എടുത്തേണ്ടോ. 1/2 കിലോ പച്ചരി, ഒരു മുറി തേങ്ങ, പിന്നെ 5 വറ്റൽമുളക്, 5 ഉള്ളി, ഇച്ചിരി വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുത്തേണ്ടോ. എന്നിട്ട് കേബേജ് പൊടിയായി ഒരു ഇത്രയും കേബേജ് ഇതിലെല്ലാം ഇച്ചിരി വലിയ ഒരു 1/4 കിലോ കേബേജ് പൊടിയായിട്ട് തന്നെ. കേബേജ് അരിയണത് നല്ല നൈസായിട്ട് അരിയണം കേട്ടോ. ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നേരിയ തരിതരിപ്പായിട്ട് വേണം പച്ചരി അരച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് കേബേജ് ദോശ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഈ അരക്കുമ്പോഴേ ഒരു തുള്ളിക്കോളം പുളി ചേർക്കണം കേട്ടോ. വാളംപുളി കുരുവിലാണ്ട് എടുത്തിട്ട് ഒരു ലേശം ഒരു ഇത്രയും 2 അല്ലി എടുത്തിട്ട് അതും കൂടി ചേർത്ത് വേണം അരക്കാൻ കേട്ടോ. കേബേജ് ഇതിൻ്റെ അകത്ത് ചേർത്ത് ഇതിന് നേരെ കലക്കി വെക്കണം. നല്ല ടേസ്റ്റാണ് ആ തേങ്ങയൊക്കെ ചേർത്ത്. 2 ജീരകം ഇതൊക്കെ ഇത് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ചൂട് കട്ടൻ ചായ എന്ത് കരയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. സാമ്പാറൊന്നും പറ്റൂല. ഇനി കടലക്കറിയോ പിന്നെ മീൻകറിയോ ഒക്കെ നല്ല ടേസ്റ്റാണ്. അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. അല്പം ചെയ്യാവുന്നതാണ് കേട്ടോ. തലേദിവസം 1/2 കിലോ പച്ചരി, ആളനുസരിച്ചിട്ട് നമുക്ക് എത്ര പേരുണ്ടോ 1/2 കിലോ പച്ചരി കുതിർത്തിയിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് പച്ചരി കഴുകി ഊറ്റി വെള്ളം കളഞ്ഞെടുത്തിട്ട് തേങ്ങ ഒരു മുറി, 5 വറ്റൽമുളക്, 5 ഉള്ളി, ഇത്തിരിക്കോളം വേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരിക്കോളം വാളംപുളി കൂടി ഇട്ടിട്ട് ഇത്തിരി തരിതരിപ്പായിട്ട് വേണ്ട അരച്ചിട്ട് വേണ്ട ഇത്തിരി തരിതരിപ്പായിട്ട് അരച്ചിട്ട് കേബേജ് നല്ല പോലെ പൊടിയായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. നമുക്ക് നല്ലതുപോലെ കഴുകി പിഴിഞ്ഞിൻ്റെ അകത്ത് ചേർക്കാം. അതിനൊരു മത്ത് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അരിഞ്ഞതിന് ശേഷം കഴുകിയാൽ മതി. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. കേബേജ് അരിഞ്ഞതിന് ശേഷം കഴുകിയാൽ മതിയേ. അപ്പോൾ നമ്മുടെ എല്ലാവരും ട്രൈ ചെയ്യണേ. കല്ലിന് ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് തളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ക്യാബേജ് ക്യാരറ്റിൻ്റെ ദോശ. എണ്ണ ഇല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഒക്കെ അടച്ചു വയ്ക്കും. നല്ല ചൂട് കേബേജ് ദോശ. എനിക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ ഇന്നത്തെ 2 കറി ഉണ്ട്. 2 കറി
അടച്ച് വെച്ച് വേവിക്കുമ്പോൾ കേബേജിൻ്റെ ഇതൊക്കെ നല്ലോണം കുക്കായിക്കോളും, നല്ലോണം മൊരിഞ്ഞും കിട്ടും. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പം നമ്മുടെ കേബേജ് ദോശയും ഞണ്ട് കറി, ഇന്നലത്തെ ഞണ്ട് കറിയാണ് കേട്ടോ. രാവിലെ കടലക്കറിയായിരുന്നു, ഉരുളക്കിഴങ്ങിട്ട് ഞണ്ട് കറി വെച്ചിട്ടുണ്ടായി, അത് കൂട്ടി. ടേസ്റ്റാണ് കേട്ടോ, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ. ടാറ്റാ, ബൈ. അടുത്ത വീഡിയോ കാണാം.